കിട്ടിപ്പോയി, ഒരു മൈക്ക് കിട്ടിപ്പോയി, ഇനി പിടിച്ചാ കിട്ടൂല. നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന് മുഖ്യമന്ത്രിയെ പറഞ്ഞു കൊടുക്കാൻ ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടാകണേ എന്ന്. കണക്കിന് മൊട്ടയായിരുന്നെങ്കിലും ഇംഗ്ലീഷിന് ചേച്ചിക്ക് മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന വാചകം ആര്യ ചേച്ചി ഇന്നലെ പഠിച്ചതാണ്. ഇതിനു മുമ്പ് ഇതൊരു ഡർട്ടി ബിസിനസ് ആണെന്ന് ചേച്ചിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ടാണ് മുൻ MLA-യുടെയും സ്വന്തം പാർട്ടി സെക്രട്ടറിയുടെയും ഒക്കെ മക്കൾ ഉൾപ്പെടെ ലഹരി കേസിൽ അന്ന് പിടിക്കപ്പെട്ടപ്പോ ചേച്ചി ഈ ഡയലോഗ് പറയാതിരുന്നത്. അറിയാമായിരുന്നെങ്കിൽ തീർച്ചയായും പറഞ്ഞേനെ കേട്ടോ. ഒന്നുമില്ലെങ്കിലും പിണറായി വിജയന്റെ ചെവിയിലെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞു കൊടുത്തേനെ. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കേരളം ലഹരിയുടെ ഹബ്ബായി മാറിയത് ആര് നിമിത്തം എന്നുകൂടി പ്രസംഗത്തിൽ കൂട്ടി ചേർക്കാമായിരുന്നു ചേച്ചി. കുറച്ചുകൂടി കയ്യടി കിട്ടിയേനെ. എങ്കിലും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉപദേശിക്കാൻ കാണിച്ച ഈ മനസ്സ് അതൊരു 2-3 മാസം മുൻപ് പഴയ മുഖ്യമന്ത്രി ഉപദേശിക്കാൻ കാണിച്ചിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടാണോ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് എന്ന് പോലും ഇന്ന് കേരളത്തിലെ ജനതയ്ക്ക് ഒരു സംശയം വരികയാണ്. അപ്പൊ മുൻ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ആയിരുന്നു അന്ന് പിടിക്കപ്പെട്ടവരൊക്കെ ലഹരി ഉപയോഗിച്ചത് അല്ലേ ആര്യ ചേച്ചി? വളരെ വൈകിയാണെങ്കിലും സത്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളുടെയൊക്കെ വായിന്ന് വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കേട്ടോ. PM ശ്രീ വിഷയത്തിലെ ഈ പുതിയ ഗവൺമെന്റ് ഇടപെടൽ ഇവിടെയാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉള്ളത്. PM ശ്രീ വിഷയത്തിൽ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലിനെ കുറിച്ച് വാചാലയാകുന്നതിന് മുൻപ് കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് എന്തായിരുന്നു എന്നതിനെ കുറിച്ച് പറയാനാണ് ചേച്ചിക്ക് കൂടുതൽ യോഗ്യത. നിങ്ങളുടെ സ്വന്തം ആളായിരുന്നല്ലോ ശിവാൻകുട്ടി അണ്ണൻ. ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിക്കുമ്പോൾ ആ ജനങ്ങളോട് നീതി കാണിക്കാൻ ഇവിടെ മുസ്ലിം ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും അവർക്കെല്ലാം കഴിയണം. ജനങ്ങൾ അധികാരം തന്നു വിജയിപ്പിച്ചാൽ അവരോട് നീതി കാണിക്കാൻ ജനപ്രതിനിധികൾക്ക് കഴിയണം. ഇത് പറയുന്നത് ആരാ? യദു എന്ന പാവപ്പെട്ട ഡ്രൈവറോട് അങ്ങേ അറ്റത്തെ നീതി കാണിച്ച് മാതൃകയായ മുൻ കുഞ്ഞാവ. ജനങ്ങളുടെ അവകാശം അത് ജനങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ അപ്രതീക്ഷിതമാകുന്നത് നമുക്ക് വളരെ താമസിക്കാതെ. പെൻഷൻ പയ്യെ പയ്യെ ജനങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമാകുന്നത് നമുക്ക് കാണാമെന്നോ? അപ്രത്യക്ഷം എന്നാണ് ചേച്ചി ഉദ്ദേശിച്ചത്. എല്ലാവരും ക്ഷമിക്കണേ, മലയാളത്തിൽ ചേച്ചി കുറച്ച് പുറകോട്ടാ. ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ തകർത്തേനെ. സതീശൻ സർക്കാർ ഇനി വന്ന് പെൻഷൻ കൊടുക്കാതെ ആകും എന്ന കടന്ന അക്രമത്തിലേക്കൊക്കെയാണ് ചേച്ചി പറഞ്ഞു പോകുന്നത്. കുറെ നാൾ കൂടിയിരുന്ന് മൈക്ക് കിട്ടിയതല്ലേ, ഇപ്പോഴൊന്നും ഇത് നിർത്താനും സാധ്യതയില്ല. ഇതിനേക്കാൾ കൂടുതലൊക്കെ നമ്മൾ എങ്ങനെയാണ് കേട്ട് സഹിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേക്കാം. ബാക്കി പറഞ്ഞിട്ട് സൗകര്യം പോലെ ചേച്ചി പോട്ടെ.